നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കഴിഞ്ഞ വർഷം നഷ്ടമായത് 201 കോടി. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം വിവിധ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 27,783 പേർക്ക് 21 കോടി രൂപ നഷ്ടമായെന്ന് സംസ്ഥാന പോലീസ്. ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,304 പേർക്ക് നഷ്ടമായത് 74 കോടി രൂപയും ഇതിൽപ്പെടുന്നു. ഇത്തരം തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്ന 20 മൊബൈൽ നമ്പറുകൾ, 230 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, 145 വെബ്സൈറ്റുകൾ കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപക തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത്. ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു. തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർ തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കുകയും തുടർന്ന് വൻതുക നിക്ഷേപിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അതേസമയം നിക്ഷേപകർ എന്ന വ്യാജേന തട്ടിപ്പുകാരുടെ സഹായികൾ തങ്ങൾക്ക് വൻതുക ലാഭം കിട്ടിയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും മറ്റും ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതോടെ വൻതുക നിക്ഷേപമായി നൽകാൻ ഇരകൾ തയ്യാറാകുന്നു. തങ്ങൾ നിക്ഷേപിച്ച തുകയുടെ 2-3 ഇരട്ടി ലാഭവിഹിതം ലഭിച്ചതായി വെബ്സൈറ്റിൽ അറിയിപ്പ് കിട്ടുന്നതാണ് അടുത്ത പടി. ഈ തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ മുതലും ലാഭവിഹിതവും പിൻവലിക്കാൻ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് കൂടുതൽ നിക്ഷേപം നടത്താൻ ഇരകളെ പ്രേരിപ്പിക്കുന്നു. കൂടാതെ നിക്ഷേപം പിൻവലിക്കാനായി GSTയും ടാക്സും എന്ന വ്യാജേന കൂടുതൽ പണം തട്ടിപ്പുകാർ കൈക്കലാക്കുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകളാണ് ദിവസേന സംസ്ഥാനത്ത് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.